നമ്മുടെ ഷാനവാസും അതേപോലെ തന്നെ അനുമോളും നൂറയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാനവാസ് ചോദിക്കുന്നുണ്ട്, നൂറ പോയപ്പോൾ എന്തെങ്കിലും പറഞ്ഞോ, അതോ അതിന് മുൻപ് എന്തെങ്കിലും മിണ്ടിയായിരുന്നോ? അപ്പം അനുമോൾ പറയുന്നുണ്ട്, എന്നോട് മിണ്ടാൻ വന്നായിരുന്നു, എന്താ മിണ്ടാത്തതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ദേഷ്യമൊന്നുമില്ലാന്ന്. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, ഞാൻ അത് കണ്ടായിരുന്നു, എന്തായാലും പോകുന്ന കണ്ടപ്പം അവളുടെ ഫേസ് കണ്ടപ്പോൾ എനിക്ക് കുറേ വിഷമം വന്നു എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അനുമോളൊന്നും മിണ്ടുന്നില്ല. ഷാനവാസ് പറയാണ്, അവൾ എന്ത് വിഷമം വന്നാലും അവൾ മനസ്സിൽ വെക്കും, എന്നിട്ട് ഒന്നുമില്ലാത്തതുപോലെയാണ് അവൾ പുറത്ത് കാണിക്കുന്നത്. ചില സമയത്തൊക്കെ വഴക്കിട്ട് കഴിയുമ്പം ഇക്ക എന്ത് വേണമെങ്കിൽ എന്നെക്കുറിച്ച് വിചാരിച്ചു, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമെങ്കിലും അവളുടെ ഉള്ളിൽ കുഴപ്പങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. അതേപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തെറ്റ് വരുത്തുമ്പം ഇക്ക വേണമെങ്കിൽ മിണ്ടിക്കോ, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ ഇക്ക എന്നുള്ള രീതിയിലൊക്കെ അവൾ സംസാരിക്കുമ്പോഴും അവളുടെ മനസ്സിൽ ഭയങ്കര വിഷമങ്ങളുള്ളൊരു കുട്ടിയാണ്, അവൾ പുറത്ത് കാണിക്കത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് വളരെ സൈലൻ്റ് ആയിട്ടാണ് അനുമോൾ ഇരിക്കുന്നത്. അനുമോൾക്ക് എന്ത് പറയാൻ പറ്റും? എന്ത് പറയാൻ അനുമോളെ സംബന്ധിച്ച് അനുമോൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും സഹോദരിമാരെ പോലെ കണ്ട് അവിടെ കൊണ്ടു നടക്കുകയും ചെയ്ത രണ്ട് വ്യക്തികളാണ് നൂറ ആദില. വന്നപ്പം തൊട്ട് ഈ അനുമോളെ എടുത്തിടുന്നുണ്ട്. പക്ഷെ അന്നൊന്നും അനുമോൾക്ക് മനസ്സിലായില്ല. ഈ അവസാന നിമിഷം അനുമോൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ അവരോട് എന്ത് തെറ്റ് ചെയ്തു, ഞാൻ എന്താണ്, അവർക്ക് എന്നോടിപ്പോൾ ഇത്രയും ദേഷ്യം തോന്നണമെങ്കിൽ ഞാൻ അവരോട് എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കണമല്ലോ. ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും അവർ എന്നെക്കുറിച്ച് ഇത്രയുമൊക്കെ എല്ലാവരുടെ മുൻപിൽ പറഞ്ഞു, എല്ലാവരുടെ മുമ്പിൽ ഇട്ടുകൊടുത്തു. എല്ലാവരും വന്ന ടൈമിലും എന്നെ ഒഴിവാക്കി വിട്ട്, ഇഗ്നോർ ചെയ്ത് വിട്ട്, ആ സങ്കടം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു വ്യക്തികൾ നമ്മളെ ഇതേപോലെ മറ്റുള്ളവരുടെ മുൻപിൽ എല്ലാവരോടും വേറൊരാളെ കിട്ടുമ്പോൾ നമ്മളെ മാറ്റി നിർത്തുകയും അല്ലെങ്കിൽ നമ്മളെ ഒഴിവാക്കി വിടുകയും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ ഇട്ട് കൊടുക്കുകയും ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ചെയ്ത എന്തെങ്കിലും തെറ്റുകൾ നമ്മുടെ തലയിൽ മാത്രം കെട്ടിവെച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പിള്ള ചമയാൻ ശ്രമിക്കുമ്പോൾ അത് എന്തോരം വിഷമം നമുക്ക് മനസ്സിൽ ഏൽപ്പിക്കും, അല്ലെങ്കിൽ മുറിവ് ഏൽപ്പിക്കും എന്നുള്ളത് നമുക്കത് പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവൻ ദോ ഇത്രയും നാളും ഇതൊക്കെ ചെയ്തിട്ടും ആദിലയ്ക്കും നൂറയ്ക്കും അത് മനസ്സിലായിട്ടില്ല. ഇനിയെങ്കിലും ആദിലയും നൂറയും ഇതൊക്കെ അറിഞ്ഞ് പെരുമാറുമെന്നും ആരായിരുന്നു ആദിലയും നൂറേനെയും യഥാർത്ഥത്തിൽ സ്നേഹിച്ചിരുന്നതെന്നും മനസ്സിലാക്കും. ഇപ്പോൾ അവസാന നിമിഷം അക്ബറിക്ക എന്നുള്ള രീതിയിൽ അനുമോൾ പറഞ്ഞ കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞു കൊടുത്ത് അനുമോളെ ഇട്ട് കൊടുക്കുമായിരുന്നു അക്ബറിക്കയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഈ പറയുന്ന അക്ബറിക്കയ്ക്ക് യാതൊരു തരത്തിലുള്ള സ്നേഹവും ഇല്ല. നെവിനും അക്ബറും കൂടെ വേറെ ഏതോ ലോകത്ത് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഫൈനൽ 5 എത്തിയ സന്തോഷമൊക്കെ പങ്കിടുമ്പം നൂറയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാൻ ഈ ഷാനവാസും ഈ അനുമോളുമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു.